നമസ്കാരം. ആയുർചിരിയിലൂടെ ഇന്ന് പരിചയപ്പെടുത്താനുള്ളത് ഇതിനു മുൻപ് നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുള്ളതാണ്. എങ്കിലും നിങ്ങൾക്ക് വളരെ പേർക്ക് ഉപകാരപ്രദമായിട്ടുള്ള ഒരു ഔഷധ സസ്യമാണ് നീം ലീവ്സ് അല്ലെങ്കിൽ ആര്യവേപ്പ്. കഴിക്കുന്ന വേപ്പില അസാഡിറക്റ്റ ഇൻഡിക്ക എന്ന ശാസ്ത്രീയ നാമത്തിൽ അറിയപ്പെടുന്ന ഇത് നമ്മുടെ വീട്ടുമുറ്റത്തും പറമ്പിലും ഒക്കെ തന്നെ സുലഭമായിട്ട് കാണുന്ന ഒന്നാണ്. പലപ്പോഴും ഇതിൻ്റെ ഗുണങ്ങളൊക്കെ നമുക്ക് ചെറിയ രീതിയിലൊക്കെ അറിയാമെങ്കിലും മനഃപൂർവ്വം മറന്നു പോകാറുണ്ടല്ലേ. അത് വളരെ നിസ്സാരമായിട്ടുള്ളൊരു ചെടിയായിട്ട് നമ്മൾ കണക്കാക്കാറുണ്ട്. അല്ല, ഇതിന് ഒരുപാടേറെ ആരോഗ്യ സൗന്ദര്യ ഗുണങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഇത് നമ്മൾ ആയുർവേദത്തിൽ ഒരുപാട് കാര്യങ്ങൾക്ക് ഉപയോഗപ്പെടുത്താറുണ്ട്. പതിവായിട്ട് നമുക്ക് ചിലർക്കൊക്കെ അറിയാവുന്ന ഒരു കാര്യം ഇത് പ്രമേഹത്തിൽ നമ്മൾ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ ഒരു ക്ലെൻസിങ് പ്രോപ്പർട്ടി ഉണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ തന്നെ നമുക്ക് പണ്ട് കാലം മുതൽക്കേ ഇതിൻ്റെ ഒരു കുഞ്ഞറിവുണ്ട്. പക്ഷേ ഇത് നമ്മൾ പല മേഖലയിൽ ഇതിനെ ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളതാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ ആഗ്രഹിക്കുന്നത്. നമുക്ക് സ്കിന്നിലേക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതും അതേ രീതിയിൽ തന്നെ മുടിയിഴകളിലേക്ക് സ്കാൽപ്പിൽ ഉപയോഗിക്കാൻ പറ്റുന്നതുമായിട്ടുള്ള ഒരു എണ്ണ എങ്ങനെ തയ്യാറാക്കി എടുക്കാം എന്നുള്ളതാണ്. വ്രണവിത്ത കഫുഷ് ഛർദി കുഷ്ഠഹൃല്ലാസ മേഹനുത് എന്ന ഈ ഒരു ആര്യവേപ്പിൻ്റെ ഇലയെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. ഇത് നമ്മൾ കുഷ്ഠരോഗങ്ങളിൽ ഉപയോഗപ്പെടുത്തുന്നുണ്ട്, പ്രമേഹത്തിൽ ഉപയോഗപ്പെടുത്തുന്നുണ്ട്, സ്കിൻ ഡിസീസസിൽ നമുക്ക് ഒരുവിധം പ്രശ്നങ്ങൾക്കൊക്കെ തന്നെ ഉപയോഗപ്പെടുത്താൻ പറ്റും. പ്രത്യേകിച്ചും ഞാൻ ഈ തയ്യാറാക്കി എടുക്കുന്ന ഓയിലായാൽ പോലും നിങ്ങൾക്ക് അതൊരു ക്രീം രൂപത്തിൽ ഉപയോഗപ്പെടുത്താം. അതല്ലെങ്കിൽ ഇത് തന്നെ ബോഡിയിൽ അപ്ലൈ ചെയ്ത് കുളിക്കാൻ വേണ്ടിയിട്ട് ആ രീതിയിൽ ഉപയോഗപ്പെടുത്താം. അങ്ങനെ ഒട്ടനവധി ഗുണങ്ങളുണ്ട്. അത് അല്ലാതെ ഇതിൻ്റെ ഫലം, ഈ നിംബഫലം തന്നെ നമ്മൾ ഇത്തരം കാര്യങ്ങൾക്ക് ഉപയോഗപ്പെടുത്താറുണ്ട്. സ്നിഗ്ധം ലഘു ഉഷ്ണം കുഷ്ഠഗ്നം ഗുൽമ ആർഷകൃമി മേഹനുത് എന്ന ഈ ഒരു നിംബഫലത്തിൻ്റെ ഗുണങ്ങളെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇലയായാലും ഫലമായാലും ഒക്കെ തന്നെ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത് ഇതുപോലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്ക് അല്ലെങ്കിൽ സൗന്ദര്യ പ്രശ്നങ്ങൾക്ക് തന്നെയാണ്. കുഷ്ഠരോഗത്തിൽ അല്ലെങ്കിൽ ചർമ്മ സംബന്ധമായിട്ടുണ്ടാവുന്ന അസുഖങ്ങളിൽ, ചൊറിച്ചിൽ ബുദ്ധിമുട്ടുകൾ വരുന്നവർക്ക് അല്ലെങ്കിൽ വ്രണം വന്നിട്ടുള്ള അവസ്ഥയിൽ അതിനെ ഹീൽ ചെയ്യിക്കാൻ വേണ്ടിയിട്ട്, സ്കിന്നിലുണ്ടാവുന്ന കുരുക്കളും പാടുകളും ഒക്കെ തന്നെ ഒന്ന് മാറിക്കിട്ടാൻ, ആ കുരുക്കൾ പസ് നിറഞ്ഞ കുരുക്കൾ വരുന്ന സമയത്ത് ഈ ഇല തിളപ്പിച്ചിട്ട് ഉണ്ടാക്കിയ വെള്ളം രാത്രി അടച്ചു വെച്ച് പിറ്റേ ദിവസം തണുത്തതിന് ശേഷം അത് മുഖം വാഷ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഉപയോഗപ്പെടുത്താം. ഇത് അതിൻ്റെ ഒരു ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ഉള്ളതുകൊണ്ട് അതിനെ ഇല്ലാതാക്കാൻ വേണ്ടി സഹായിക്കും. ഇനി ഇതൊരു ഫേസ് പാക്ക് ആയിട്ട് ഈ ഇല അരച്ചിട്ട് നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാം. അതും അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെയുള്ള ഓയിൽ തയ്യാറാക്കി ഹെയറിലേക്കും ഫേസിലേക്കും നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം. ഇങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട്. ഇതിന് തൊട്ട് മുൻപേ തന്നെ ഞാൻ ഒരു വീഡിയോ വേറെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. എത്ര പേര് കണ്ടിട്ടുണ്ടെന്ന് അറിയില്ല. അപ്പോൾ ഇന്ന് ഈ ഓയിൽ എങ്ങനെയാണ് നമുക്ക് പ്രിപ്പയർ ചെയ്തെടുക്കുന്നത് എന്നുള്ളത് നോക്കാം. ഹെൽത്ത് മാനേജ്മെൻറ്റിലൊക്കെ തന്നെ നല്ലൊരു തെറാപ്യൂട്ടിക് റോള് ഇതിനുണ്ട് കേട്ടോ. അതിൻ്റെ ഒരു കാരണം തന്നെ ഇത് ഒരുപാടേറെ ഒത്തിരി ഇൻഗ്രീഡിയൻസിൻ്റെ ഒരു സോഴ്സ് തന്നെയാണ്. അതിൽ അസാഡിറക്റ്റിൻ, നിംബോലിനിൻ തുടങ്ങിയിട്ടുള്ള ഒക്കെ അടങ്ങിയിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇത് പ്രത്യേകിച്ചും നമ്മൾ ആരോഗ്യപരമായിട്ടുള്ള പല കാര്യങ്ങളിലും പറയുമ്പോൾ നമുക്ക് ഏറെ പ്രിയപ്പെട്ടത് ഇത് ബ്ലഡ് ഷുഗർ ലെവൽ കുറയ്ക്കാൻ സഹായിക്കുന്നു. അതുപോലെ ഒരു ACE ഇൻഹിബിറ്ററാണ് എന്നുള്ളതും, വൈറ്റമിൻ സിയും ഇയും കെയും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. ആൻറ്റി ബാക്ടീരിയൽ, ആൻറ്റി വൈറൽ അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒത്തിരി ഗുണങ്ങളുള്ളത് കൊണ്ട് തന്നെ ഇതൊരു സ്കിന്നിലേക്കായാലും മുടിയിലേക്കായാലും ഒക്കെ നമുക്ക് വളരെ സേഫായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതും കൂടിയാണ്. പിന്നെ നല്ലൊരു ഇമ്മ്യൂണോ മോഡുലേറ്ററി ഏജൻറ്റ് കൂടെയുണ്ട്. വൈറ്റമിൻ ഇ ഒക്കെ ഉള്ളതുകൊണ്ട് ഡാമേജ്ഡ് ആയിട്ടുള്ള സെൽസിനെയൊക്കെ മാറ്റാൻ സഹായിക്കുന്നുണ്ട്. ഞാനിപ്പോൾ ആര്യവേപ്പിൻ്റെ ഇല ഉപയോഗിച്ച് മാത്രം തയ്യാറാക്കുന്ന ഓയിലാണ് കാണിക്കുന്നത്. ഇതിൽ തന്നെ ഇതിൽ ഷൂട്ട് ചെയ്യാൻ വിട്ടുപോയതാണ്. ഈ ഓയിൽ ഉപയോഗിച്ചിട്ട് തന്നെ നമ്മൾ അലോവേര ജെല്ലിൽ ചേർത്തിട്ട് നമുക്ക് ഇതിൻ്റെ ക്രീം തയ്യാറാക്കിയെടുക്കാം. മുൻപത്തെ വീഡിയോയിൽ ക്രീം നമ്മളിതിൻ്റെ ജ്യൂസ് വെച്ചിട്ട്, പലർക്കും ഓയിൽ പ്രശ്നം ഉള്ളതുകൊണ്ട് ജ്യൂസ് വെച്ച് തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ വേണമെങ്കിൽ ഉപയോഗിക്കാം. പക്ഷെ അത് ചിലപ്പം ഈർപ്പം തട്ടി ഇരുന്ന് കഴിഞ്ഞാൽ ചീത്തയായി പോകാൻ സാധ്യതയുണ്ട്. നീം ഓയിലാവുമ്പോൾ നമുക്ക് സേഫായിട്ട് കുറേ നാൾ ഉപയോഗിക്കാൻ പറ്റും. ഇനിയിപ്പം ഇതുപോലെ തന്നെ വളരെ അരഞ്ഞ് പേസ്റ്റ് ആവേണ്ട ആവശ്യമില്ല. കാരണം നമുക്ക് തിളപ്പിക്കാനുള്ളതാണ്. ഇതൊരു മണൽ പരുവത്തിലാണ് നമുക്ക് കിട്ടേണ്ടത്. മുടിയിലേക്കാണ് ഉപയോഗിക്കുന്നത് എന്നുണ്ടെങ്കിൽ ആ മണൽ പരുവത്തിൽ തന്നെ എടുക്കുക. ഇനി സ്കിന്നിലേക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ
ഒന്നും കൂടെ ഒരു ഖരപാകമാവുന്നത് വരെ, കരിഞ്ഞു പോകരുത് കേട്ടോ. ഒരു 1/2 ലിറ്ററിൽ ഉണ്ടാക്കുന്ന വളരെ കുറഞ്ഞൊരു എമൗണ്ടിൽ ആദ്യം ഉണ്ടാക്കുക. നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ കണ്ടിന്യൂ ചെയ്ത് ഉപയോഗിക്കാം. ഇത് സ്കിന്നിലേക്കൊക്കെ അപ്ലൈ ചെയ്യുന്നത് വളരെ നല്ലതാണ്. സ്കിന്നിൽ ചില ഈവൻ കൊതു കുത്തിക്കഴിഞ്ഞാൽ പോലും നമുക്ക് പിന്നീട് അത് തന്നെ ചൊറിഞ്ഞു ബുദ്ധിമുട്ടിലാവുന്നവരൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ തന്നെ, അല്ലാതെ സ്കിൻ ഇഷ്യൂസ് ഉള്ളവർക്കൊക്കെ ഉപയോഗിക്കാം. ഇതുപോലെ നമ്മൾ എണ്ണയിലേക്ക് ആ ഒരു കൽക്കം ഇട്ട് നന്നായിട്ട് തിളച്ചതിന് ശേഷം അതൊരു മണൽപ്പരുവം നിങ്ങൾക്ക് അറിയാവുന്നതാണ്, നമ്മുടെ വീഡിയോയിൽ മുൻപൊക്കെ ഒത്തിരി തവണ കാണിച്ചിട്ടുള്ളതാണ്. അതിനുശേഷം ഒന്ന് തണുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഒരു കോട്ടൺ ക്ലോത്തിലൂടെ പിഴിഞ്ഞെടുക്കാം, അല്ലെങ്കിൽ ഒരു അരിപ്പ് വെച്ചിട്ട് അത് ഫിൽട്ടർ ചെയ്തെടുക്കാം. ഇനി ഇത് മുടിയിലേക്ക് അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്കിതൊരു ക്രീമായിട്ട് ഉപയോഗിക്കാം, ദേഹത്ത് ഫുൾ ബോഡി മസാജ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാം. അങ്ങനെയുള്ള ഒത്തിരി ഗുണങ്ങളുണ്ട്. പ്രത്യേകിച്ചും താരൻ വന്ന് ബുദ്ധിമുട്ടുന്നവർക്കൊക്കെ നല്ലൊരു സൊല്യൂഷൻ ആയിരിക്കും. ഇനി പിമ്പിൾസ് മുഖത്ത് വരുന്നവരാണെങ്കിൽ അവർക്കും നല്ലൊരു റെമഡി തന്നെയാണിത്. അപ്പം ഈ നീം ലീവ്സ് കണ്ടു കഴിഞ്ഞാൽ ഇത്രയൊക്കെ ഗുണങ്ങളുണ്ട്. ഇനി ഇതിലേറെ ഗുണങ്ങളുണ്ട്. നമുക്ക് ചില സമയത്ത് പ്രൈവറ്റ് പാർട്സിലൊക്കെ ഇറിറ്റേഷൻ വരുന്ന സമയത്ത് ഇതൊരു ചെറിയ ചൂടിൽ വാഷ് ചെയ്യാനൊക്കെ ഉപയോഗിക്കാം. അതുപോലെ മുഖം വാഷ് ചെയ്യാനും ഒക്കെ നമുക്ക് ഉപയോഗപ്പെടുത്താം. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കണ്ടു നോക്കുക. ഈ ഒരു ഓയിൽ ഉപയോഗിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ ഫേസ് മസാജ് ചെയ്യുന്നവരാണെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം. ഓയിലി സ്കിന്നൊന്നും ആണെങ്കിൽ ഒരു പരിധി കൂടുതൽ മസാജ് കൊടുക്കരുത് കേട്ടോ. സെബം പ്രൊഡക്ഷനൊക്കെ കൂടാനും പിമ്പിൾസ് കൂടുതൽ വരാനും ഒക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമുക്ക് എങ്കിലും ഒരു ചെറിയ രീതിയിലുള്ള ഫേസ് മസാജ് ഈ ഓയിൽ കൊണ്ട് നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. ഇത് ബ്ലാക്ക് ഹെഡ്സ്, വൈറ്റ് ഹെഡ്സ് പ്രശ്നങ്ങളെ അകറ്റാൻ വേണ്ടിയിട്ടോ, അല്ലെങ്കിൽ നമ്മുടെ ഒരു ആൻറ്റി ഏജിങ് ഇഫക്റ്റ് ഫേസിന് തരാൻ വേണ്ടിയിട്ടും, ഇതുപോലുള്ള സ്കിൻ ഇഷ്യൂസ് ഒന്നും വരാതിരിക്കാനും ഒക്കെ ഹെൽപ്ഫുൾ ആയിട്ടുള്ളതാണ്. ചെറിയ രീതിയിലുള്ള ഒരു അലർജിക് പ്രശ്നങ്ങളൊക്കെ നമുക്ക് വരുന്നു എന്നുണ്ടെങ്കിൽ പോലും ഈ ഒരു ഓയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ മാറ്റം വരും. ഇനി ഇത് ഹെയറിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാലും സിവിയർ ആയിട്ടുള്ള ഡാൻഡ്രഫ് കൊണ്ടുണ്ടാവുന്ന ചൊറിച്ചിലും ഒക്കെ ബുദ്ധിമുട്ടുകളും ഒക്കെ മാറ്റാൻ വേണ്ടിയിട്ട് ഇതുകൊണ്ട് ഓയിൽ മസാജ് ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ. ഒറ്റയടിക്ക് നിങ്ങൾ ഉപയോഗിക്കുന്ന ഓയിൽ ചേഞ്ച് ചെയ്യണമെന്ന് പറയുന്നില്ല. അത് ചിലപ്പോൾ എല്ലാവർക്കും സ്യൂട്ട് ആവണമെന്നില്ല. അല്ലെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന ഓയിലിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ട് ഒക്കെ തന്നെ ഉപയോഗിക്കാം. അല്ലെങ്കിൽ ഒരു ഡീപ്പ് ഓയിൽ, നമ്മൾ ഹോട്ട് ഓയിൽ മസാജൊക്കെ കൊടുക്കുന്ന ദിവസം ഈ ഒരു ഓയിലിനെ ഉപയോഗപ്പെടുത്താം. അങ്ങനെ നമ്മുടെ സൗകര്യപൂർവ്വം നമുക്കിതിനെ ഉപയോഗപ്പെടുത്താവുന്നതാണ്. ഈ ഉള്ള ഗുണങ്ങളൊക്കെ തന്നെ കിട്ടിക്കഴിഞ്ഞാൽ പൊതുവേ നമ്മുടെ സ്കാൽപ്പിനെ നീറ്റാക്കി ഇരുത്തി കഴിഞ്ഞാൽ ഹെയർ ഫോളിക്കിൾസ് ഒരു കൂടുതൽ ശക്തിയോടുകൂടി വളരാൻ ഇത് സഹായിക്കും. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ഓയിൽ വളരെ ഗുണകരമായിട്ടുള്ളതാണ്. ഒത്തിരി കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം. ആരോഗ്യപരമായിട്ടുള്ള ഒരുപാടേറെ ഗുണങ്ങൾ ഈ ആര്യവേപ്പിനെ കുറിച്ചിട്ട് മുൻപത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, അത് ഉൾക്കൊള്ളിച്ചിട്ടില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. കണ്ടു കഴിഞ്ഞാൽ മറ്റുള്ളവർക്കും കൂടെ ഇത്തരം വിവരങ്ങൾ എത്തിക്കാൻ ആഗ്രഹിക്കുന്നു എന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കില്ലല്ലോ. നെക്സ്റ്റ് വീഡിയോയിൽ നല്ലൊരു വിഷയവുമായി വീണ്ടും കണ്ടുമുട്ടാം. നന്ദി.